സംഭവം എന്താണെന്ന് വെച്ചാൽ ഉണ്ടല്ലോ അളിയാ, ഞാൻ പൈസ ഒരു 25,000 രൂപ അൻസാറിൻ്റെ ഒരു ബന്ധുക്കാരൻ തരാമെന്ന് പറഞ്ഞു. അവിടെ വരെ പോയി. അപ്പോൾ പെട്ടെന്ന് പുള്ളിയുടെ ആരോ ഹോസ്പിറ്റലിലായി. അങ്ങനെ ആ പൈസ അവിടെ നിന്ന് മറിച്ച്. എടാ വെറുതെ 5,000 ഉറുപ്പ്യ എനിക്ക് അനക്ക് വെറുതെ എണ്ണി തരാൻ ഭ്രാന്താടാ. 5,000 നിനക്ക് കിട്ടിയെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അതെന്തിനാ അമ്മ വെട്ടുന്ന എന്നോട് നീ ചോദിക്കണ്ടേ? അതിന് അമ്മാവൻ ഞാൻ പെട്ടെന്ന് ഒരു ഇതിൽ ഞാൻ വിചാരിച്ച അമ്മാവൻ എനിക്ക് രാവിലെ പറഞ്ഞപ്പോൾ നീ 500 ആവശ്യപ്പെട്ടത്, ഞാൻ 5,000 അയച്ചെന്ന് അല്ലേ? വിളിച്ച് പറഞ്ഞിട്ട് ഇടായിരുന്നു. നീ ചെയ്യേണ്ടതാണ് എൻ്റെ കുട്ടിക്ക് ഫീസ്. നിങ്ങളുടെ മോൾ ഇതിനെന്താ ചെയ്യേണ്ടതെന്ന് ചേച്ചി? എന്റെ കൊച്ചിന്റെ ക്ലാസ് കളഞ്ഞില്ലേ നിങ്ങൾ? ഇനി അവളെങ്ങനെ പഠിക്കും? ആരോടെങ്കിലും എന്തെങ്കിലും ചെയ്യാന്ന് വെച്ചാൽ അതിന് സമ്മതിക്കൂല. കുറച്ച് കടുപ്പാണ് തീറ്റ ചേട്ടാ. സ്വന്തം കുട്ടിയുടെ ഭാവിയും കൂടി ശ്രദ്ധിക്കാണ്ട് എന്താ നീ കരുതി വെച്ചത്? വീട്ടിലെ കാര്യം നോക്കണില്ല, കൊച്ചിന്റെ കാര്യങ്ങൾ നോക്കിക്കൂടെ? പറഞ്ഞിട്ട് കാര്യമില്ല, ഈ ജന്മത്തിൽ നേരാവില്ല. ഒരു പാർട്ടി വീടിനും കൊച്ചിനും ഭാര്യയ്ക്കും ഗുണമില്ല. അത്ര കൊച്ചെന്തോരം നാണം കേട്ടിട്ടുണ്ടാവും അതിന്റെ കൂട്ടുകാരുടെ മുമ്പില്. നല്ല തടിയുണ്ടല്ലോ, വല്ല പണിക്ക് പോയിക്കൂടെ? ഫീസ് അടയ്ക്കാനില്ല എന്ന് പറഞ്ഞ് പണ്ടൊക്കെ ഞാൻ കേട്ടിട്ടുള്ളൂ. കനക ഇതിനൊരു തീരുമാനം ഉണ്ടാക്കിയിട്ടേ ഉള്ളൂ. ഇനി ബാക്കിയെല്ലാം ഉള്ള കാര്യം ഞാൻ പറഞ്ഞേക്കാം. എങ്ങനെയെങ്കിലും അടയ്ക്കാം. ചുമ്മാ അടന്ന് അടയ്ക്കാം. ഞാൻ 1,00,000 രൂപ എനിക്ക് വരാണ്ടെന്ന് പറഞ്ഞ പൈസ വന്ന് എൻ്റെ അക്കൗണ്ടിൽ. നോക്ക് നോക്ക് അമ്മാവ എത്ര 5,000 അല്ലേ? 5,000 ഇതിന് മുമ്പ് ഞാൻ മറ്റേ 2,000 കൂടെ കയറി ഇപ്പം ഞാൻ ഇട്ടൊരു അക്കൗണ്ടിൽ ഗൂഗിൾ പേ ഇപ്പം ഇട്ടുതരും ഞാൻ. ഇനി പൈസയുടെ പേരും പറഞ്ഞ് ആരും എന്നെ കുറ്റപ്പെടുത്തരുത്. അടച്ചോ. നോക്ക് നോക്കടാ, നീ നോക്ക്. 1,00,000 രൂപ എനിക്ക് പൈസ വരാറുണ്ടെന്ന് പറഞ്ഞാൽ ഇതാണ്. കുറത്തൻ്റെ പൈസ ഇല്ലെങ്കിൽ പിന്നെ അവനെ അങ്ങ് ചവിട്ടി തേച്ചോളൂ എല്ലാവരും കൂടെ കേട്ടാ. മനുഷ്യനാണ്. പിന്നെ മക്കളെ വിഷമിക്കണ്ട, നാളെ മുതൽ ക്ലാസ് തുടങ്ങിക്കോ. ഈ ടൈമല്ല, അടുത്ത ടൈമിൻ്റെ ഫീസും നമ്മൾ അടയ്ക്കുന്ന ആളാ. എനിക്ക് പൈസ വരാണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ, അത് വെറുതെ അല്ലെന്ന് ഇപ്പം ബോധ്യമായില്ലേ? ആ പൈസയാണ് ഈ വന്നത് കേട്ടോ. എന്നാൽ ഈ പൈസ എവിടെ നിന്നാണ് ഈ പൈസ വന്നത്? കർത്താവേ, ഈ പൈസ തിരിച്ചൊന്നും പിടിക്കല്ലോ.